പാളിപ്പോയ ഒരു നോമ്പുതുറയുടെ ബാക്കി പത്രമായിട്ട് നമ്മൾ അവസാനം എത്തി നിൽക്കുന്നത് പെരുമ്പാവൂരിലുള്ള ഗ്രില്ലാക്സിലാണ്. കുറച്ച് ക്യൂട്ട്നെസ് വാരി വെതറാൻ പറഞ്ഞപ്പോൾ ഓവർ എക്സ്പ്രഷൻ ഇടുന്ന ഇതാണ് എൻ്റെ സിസ്റ്റർ. ഞങ്ങളുടെ കൂടെ ഇക്കായും ഉമ്മച്ചിയും ഹംദുമോനും ഉണ്ടായിരുന്നു കേട്ടോ. കാക്കായും താത്തായും രണ്ടു മെനുവും വെച്ചുകൊണ്ട് കുറേ നേരം സന്ധ്യ സംഭാഷണത്തിലായിരുന്നു. എനിക്കും ഉമ്മച്ചിക്കും ഒന്നും അറിയില്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിയിരുന്നു. ആദ്യം വന്നത് ഈ ഒരു ഓറിയൻ്റൽ ചിക്കൻ സൂപ്പായിരുന്നു കേട്ടോ. കാണുമ്പോൾ സിമ്പിളാണെങ്കിലും ടേസ്റ്റിൻ്റെ കാര്യത്തിലും ഹെൽത്തിൻ്റെ കാര്യത്തിലും ഇതൊരു പവർഫുൾ ഐറ്റം തന്നെയാണ്. ചിക്കൻ പീസ് കൂടാതെ ഇതിൽ പൊട്ടറ്റോ, കുക്കുംബർ അങ്ങനെയുള്ള വെജിറ്റബിൾസും ഉണ്ടായിരുന്നു കേട്ടോ. സാധാരണ ഭക്ഷണം കഴിക്കാൻ മടിയുള്ള എൻ്റെ മോനും ഈ ഒരു സൂപ്പ് നല്ലപോലെ ഇഷ്ടപ്പെട്ടു. സൂപ്പൊക്കെ ഫിനിഷ് ആയപ്പോഴേക്കും നമ്മൾ ഓർഡർ ചെയ്ത മെയിൻ ഐറ്റംസ് വന്നിട്ടുണ്ട്. ചിക്കൻ സീഖ് കബാബ്, ബീഫ് സീഖ് കബാബ്, പിന്നെ ചില്ലി സീഖ് കബാബ്, ഇങ്ങനെ വായി കൊള്ളാത്ത പേരുകളുള്ള കുറേ കബാബ്സും കൂടെ ഒരു ഗ്രിൽഡ് ഫിഷ് ഫില്ലറ്റുമാണ് നമ്മൾ അടുത്തത് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൂടാതെ അതിൻ്റെ കൂടെ പീത്ത ബ്രെഡ്, വീറ്റ് പീത്ത ബ്രെഡ്, സൈലോൺ ചപ്പാത്തി, ലാച്ച പൊറോത്ത ഇതെല്ലാം ഞങ്ങൾ ട്രൈ ചെയ്തു. ഈ ഒരു ഗ്രിൽഡ് ഫിഷിൻ്റെ കാര്യം എടുത്തു പറയേണ്ടത് തന്നെയാണ് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. ഇതിൻ്റെ മീറ്റ് ആണെങ്കിൽ നല്ല സ്പൈസി ആൻഡ് ജ്യൂസി ആയിട്ടാണ് ഇരുന്നത്. കബാബ്സിനാണെങ്കിൽ ഓരോന്നിനും എക്സ്ട്രീംലി ഡിഫറെൻറ്റ് ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. വിതിൻ 15 മിനിറ്റ്സ് ഞങ്ങളത് കംപ്ലീറ്റ് ചെയ്തു. പിന്നീട് ഓർഡർ ചെയ്തതാണ് ഷാലോട്ട് ചിക്കൻ. ഗ്രിൽഡ് ചിക്കൻ തന്നെ ഇത്രയധികം വെറൈറ്റീസ് അതും ഇത്ര ടേസ്റ്റിൽ ഉണ്ടാക്കാൻ പറ്റുമോ നമ്മൾ തന്നെ അതിശയിച്ചു പോകും. സാധനം കാണുമ്പോൾ ക്വാണ്ടിറ്റി കുറവാണെന്ന് തോന്നുമെങ്കിലും ഇത് കഴിക്കുമ്പോൾ പെട്ടെന്ന് വയറ് നിറയും. അങ്ങനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് നമ്മൾ ഗ്രില്ലാക്സിലേക്ക് എത്തിയതെങ്കിൽ പോലും സംഭവമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല ടേസ്റ്റി ഫുഡ് മാത്രമല്ല അത്യാവശ്യം നല്ലൊരു പാർക്കിംഗ് സ്ലോട്ടും ഗ്രില്ലാക്സിനുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ 4 പേര് മാത്രമുള്ള ചെറിയൊരു നോമ്പുതുറ അങ്ങനെ അവസാനിച്ചു ഗൈസ്. അപ്പോൾ അത്രേ ഉള്ളൂ. ടാറ്റാ.